ബയോളജി എക്സാം ഒക്കെ ഞാൻ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പല കിടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നും എനിക്ക് അവിടെ വെച്ച് പഠിക്കാൻ സാധിച്ചില്ല. എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ, അവളുടെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മോളുണ്ട്, ഞങ്ങളുടെ പ്രതീക്ഷ അവൾ തന്നെയാണ്. അവളെന്നോട് പറഞ്ഞു, നല്ലൊരു മുറി അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ മാർക്ക് മേടിച്ചത്. ഒരു പോരാട്ടത്തിൻ്റെ കഥ അന്നയ്ക്ക് പറയാനുണ്ട്, അന്നയുടെ ജീവിതത്തിനുണ്ട്. ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ടീനിപ്കായ് ബാച്ച് 2-ലെ അന്ന സജിയുടെ വീട്ടിലാണ്. സാധാരണ ടീനിപ്കായ് കുട്ടികളുടെ ഒരു വീഡിയോ കാര്യം ഞങ്ങൾ ചെയ്യാറില്ല. ശ്രീദേവി ചേച്ചി പ്രത്യേകിച്ച് പറയാറുണ്ട്, നമ്മുടെ കുട്ടികളുടെ വീഡിയോസ് ഒന്നും പുറത്ത് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ വീഡിയോ ചെയ്തതിൽ വലിയൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ഇത്തവണത്തെ +2 റിസൾട്ട് നൽകിയത്. 2 കുട്ടികൾക്ക് ഫുൾ A+ഉം ബാക്കി കുട്ടികളുടെ മികച്ച വിജയമാണ്. അതിലേറ്റവും സന്തോഷം തോന്നിയ വിജയം ഞങ്ങൾക്ക് നൽകിയത് അന്ന സജിയാണ്. കാരണം അന്ന കടന്നുപോയ സമയം, ഞങ്ങൾ അന്ന് ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്നത് അന്ന ഈ പരീക്ഷ എഴുതുമോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. അന്നയുടെ സാഹചര്യം അതായിരുന്നു, വീട്ടിലെ അവസ്ഥ അതായിരുന്നു. എല്ലാ പരീക്ഷകളും എഴുതി അന്നയ്ക്ക് മേടിക്കാവുന്ന ഒരു മികച്ച വിജയം, 3 A+ഉം 3 Aയും. അത് ഫുൾ A+നേക്കാൾ മധുരമുള്ള ഒരു വിജയമാണ് അന്ന നേടിയത്. ഒരു പോരാട്ടത്തിൻ്റെ കഥ അന്നയ്ക്ക് പറയാനുണ്ട്, അന്നയുടെ ജീവിതത്തിനുണ്ട്. ആ കഥ എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്കൊന്ന് കേൾക്കാം. ടീനിപ്കായ് ബാച്ച് 2-ന്റെ അഭിമാനമായ അന്നമോളാണിത്. നമ്മുടെ സെക്കൻഡ് ബാച്ചിലെ കുട്ടികളിൽ 2 പേർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷവും അന്നമോളുടെ വിജയം കണ്ടിട്ടാണ്. കാരണം അന്നമോളുടെ പരീക്ഷയുടെ സമയത്ത് അന്നമോൾ അനുഭവിച്ച ഓരോ ക്രൈസിസ്, അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് ഓരോ പരീക്ഷയ്ക്കും അന്നമോൾ പോയത്. ബയോളജി പരീക്ഷയുടെ കാര്യമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ബയോളജി പരീക്ഷയുടെ അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആ ദിവസങ്ങളിലൊക്കെ അമ്മ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് പോയി എഴുതി ആ ഒരു പരീക്ഷയ്ക്ക് ഫുൾ മാർക്കാണ് അന്നമോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അന്നമോളുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് 3 A+ഉം 3 Aയുമാണ്. 2 വിഷയങ്ങൾക്ക് അന്നമോൾക്ക് A+ന് 1 മാർക്ക് വീതമേ കുറവുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ പരിഭവമൊക്കെ അന്നമോൾക്കുണ്ട്. കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ നടക്കുന്നു. പിന്നെ അത് ഞങ്ങൾ ചെറുതായിട്ട് മാറ്റിക്കൊണ്ട് വരുവാണ്. ഇപ്പോൾ 6 വർഷമായി എൻ്റെ അമ്മ ഡയാലിസിസ് പേഷ്യൻ്റാണ്. എൻ്റെ +2 എക്സാമിൻ്റെ തുടക്കം മുതൽ അമ്മയ്ക്ക് ഭയങ്കര അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ 3-4 പരീക്ഷ അമ്മ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോഴായിരുന്നു. ഞാൻ തലേ ദിവസം ഒക്കെ ഞാൻ അവിടെ നിന്നാണ് പഠിച്ചിരുന്നത്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 2-2.5 മാസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ആ സമയത്തൊക്കെ കൊച്ചിൻ്റെ പരീക്ഷയുടെ സമയം കൂടിയായിരുന്നു. എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ, അവളുടെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതാണ് അവളുടെ വിജയമായിട്ട് ഞാൻ കരുതുന്നത്. ഇത്രയും നല്ല മാർക്ക് മേടിച്ചിട്ടും എനിക്കൊന്ന് അഭിനന്ദിക്കാൻ പോയി പറ്റിയില്ലെന്നുള്ളതാണ് എൻ്റെ ആരോഗ്യസ്ഥിതി കാരണം. പിന്നെ കുടുംബത്തിലുണ്ട ഒരു മരണം അതെന്നെ വല്ലാതെ തളർത്തി. എൻ്റെ പേര് സജി ജോസഫ്. ഞാൻ വർഷങ്ങളായിട്ട് പ്ലംബിങ്ങിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വൈഫിന് ഈ അസുഖം വന്നതിൽ പിന്നെ എനിക്ക് പഴയതുപോലെ വലിയ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മെയിൻ്റനൻസ് വർക്കും ചെറിയ ചെറിയ അത്യാവശ്യം എനിക്ക് എന്നെ ആയിട്ട് കോൺടാക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വർക്കൊക്കെ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പുതിയ വർക്കുകൾ അധികം ഇപ്പം ഞാൻ എടുക്കുന്നില്ല. എന്ന് വെച്ചാൽ നേരത്തെയൊക്കെ ആഴ്ചയിൽ 1 ദിവസം ഡയാലിസ് ഉള്ളായിരുന്നു. അന്നേരമൊക്കെ എനിക്ക് സൈറ്റിൽ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പം 2 ഡയാലിസ് ഉള്ളപ്പം എനിക്കതിന് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഡയാലിസ് കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണവും കാര്യവും ബുദ്ധിമുട്ടാകുമ്പം അന്നും എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം 3-4 ദിവസത്തേക്ക് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത കാരണം ഇപ്പം വലിയ വർക്ക് എടുക്കുന്നില്ല. പിന്നെ എന്നെ തന്നെ വിളിക്കുന്ന കുറേ വ്യക്തികളുണ്ട്, സാറന്മാരും കുറേ വീട്ടുകാരുണ്ട്. അവർ വിളിക്കുന്ന സമയത്ത് മോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിക്കൊണ്ട് അവരുടെ ചേട്ടന്മാരും സഹോദരങ്ങളും അവരും നിന്ന് സഹായിക്കും. ചേട്ടന്മാരുടെ വൈഫും അവരൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് നിന്ന് സഹായിക്കുന്ന സമയത്ത് എനിക്ക് പണിക്ക് പോകാൻ പറ്റുന്നത്. എത്ര വർഷമായി ഈ ഒരു കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി? 5 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ 6ാമത്തെ വർഷം. ഡയാലിസിസ് ആരംഭിച്ചിട്ട്? ഡയാലിസിസ് 2019 ആരംഭിച്ചു. 2 കിഡ്നികളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്, പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ്. ഡയാലിസിസ് മാത്രമായിട്ടാണ്. എൻ്റെ മോൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഡോക്ടർമാരും നേഴ്സുമാരും എപ്പോഴും വന്ന് രോഗവിവരങ്ങൾ അന്വേഷിച്ച് പോയിക്കൊണ്ടിരുന്ന കാരണം അവിടെ നിന്ന് തന്നെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയിട്ടുള്ളത്. ഭക്ഷണം പോലും നേരെ ചൊവ്വേ കഴിക്കാതെ ഉറക്കച്ചടവോടുകൂടി പോയി ശരിക്ക് പ്രിപ്പയർ ചെയ്യാതാണ് അവൾ പോയി പരീക്ഷ എഴുതിയത്. അങ്ങനെ എഴുതിയാണ് ഇത്രയും നല്ലൊരു വിജയം അവൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. അതിൽ ഞാൻ അഭിമാനം കൊടുത്തു. ബയോളജി എക്സാം ഒക്കെ ഞാൻ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ നിന്ന് പഠിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. പല കിടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നും എനിക്ക് അവിടെ വെച്ച് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷേ എനിക്ക് ആ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. മോളുണ്ട്, ഞങ്ങളുടെ പ്രതീക്ഷ അവൾ തന്നെയാണ്. നല്ല രീതിയിൽ പഠിക്കുന്നതുകൊണ്ട് പഠിക്കാനുള്ള സാഹചര്യം കൂടുതൽ അവൾ പറയാൻ എനിക്ക് നല്ലൊരു മുറി ഉണ്ടായിരുന്നെങ്കിൽ
അവളെന്നോട് പറഞ്ഞു നല്ലൊരു മുറി അന്തരീക്ഷം ഉണ്ടായിരുന്നു, ഞാൻ ഫുൾ മാർക്ക് മേടിച്ചത്. എൻ്റെ പപ്പയും അമ്മേനെയും നന്നായിട്ട് നോക്കാനും ഒരു വീട് വെക്കാനുള്ള ആഗ്രഹമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിന് എനിക്ക് പഠിക്കുക എന്നുള്ള ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ. പഠിച്ചാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു. നേരത്തെ തൊട്ട് പറയുന്നത് അമ്മയ്ക്ക് 10ാം ക്ലാസ് SSLC ആണെങ്കിലും പറയുന്നു അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പരീക്ഷ എഴുതണം എന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്പിറ്റൽ കേസുകളും പ്രശ്നങ്ങളും ഒന്നും എനിക്ക് ഈ ലക്ഷ്യമുള്ളതുകൊണ്ട് എനിക്കതൊരു തടസ്സമായിരുന്നില്ല. ഇത് കണ്ടോ, അന്നയ്ക്ക് 10ാം ക്ലാസ്സിലെ മികച്ച വിജയത്തിന് ടീനിപ്കായ് നൽകിയ സമ്മാനമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നേഴ്സിങ്ങിനോട് ആദ്യം താല്പര്യം ഇല്ലായിരുന്നു. അമ്മ ഹോസ്പിറ്റലായിരുന്നപ്പോൾ, മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലായിരുന്നപ്പോൾ അമ്മ അവിടെ കിടന്നപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ നഴ്സുമാർ ചെയ്യുന്നതും അവരുടെ പെരുമാറുന്നതും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അമ്മയെ നന്നായിട്ട് നോക്കാൻ വേണ്ടി നഴ്സിംഗ് ജോലി ഞാൻ പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകളൊരു നേഴ്സായിരുന്നു. പഠിച്ചത് അവരുടെ സഹായം കൊണ്ടൊക്കെയാണ്. ചേച്ചി 2 മാസം മുന്നേ മരിച്ചുപോയി. ചേച്ചി ഒരു നേഴ്സായിരുന്നു. അപ്പോൾ എനിക്ക് അതുപോലൊരു നല്ല നേഴ്സാവണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്ര നാളും ഞങ്ങളുടെ കാര്യങ്ങൾ സത്യം പറഞ്ഞ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പുറത്ത് തന്നെ പല വ്യക്തികൾ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ടീനിപ്കായിലെ ടീമംഗങ്ങൾ, അതായത് ശ്രീദേവി ചേച്ചിയും പോലെ മറ്റു സാറുമാരും വളരെ സപ്പോർട്ടാണ്. അപ്പോൾ അവിടെ നിന്നുള്ള സപ്പോർട്ടും നല്ല രീതിയിൽ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അവളെ ഇനി മുന്നോട്ട് പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ താല്പര്യം നേഴ്സിങ്ങിന് വിടാനാണ്. അപ്പോൾ അതിനൊരു നല്ലൊരു തുക കണ്ടെത്തണം. പക്ഷെ അതിനിപ്പോൾ എൻ്റെ സാഹചര്യം ഇപ്പം എന്നെക്കൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ അത് മുന്നോട്ട് ഞാൻ ദൈവത്തെ തന്നെ സമർപ്പിച്ച് ഇരിക്കുന്നു. ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷ ഞാൻ ഇരിക്കുന്നു. ഞാൻ +2ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് LBSന് അപ്ലൈ ചെയ്തായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയെ നോക്കാനും ഒത്തിരി ദൂരം പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വീടിനടുത്തുള്ള എവിടെയെങ്കിലും കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പരമാവധി കോട്ടയത്ത് തന്നെ കോട്ടയത്ത് കിട്ടണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോൾ LBSന് അഡ്മിഷൻ കിട്ടിയാലും ഒരു വർഷം ഏകദേശം 1.5 ലക്ഷം രൂപയാകും. അപ്പോൾ ഈ 4 വർഷം പഠിക്കാനുള്ള ഫീസാണ് എനിക്കിനി അടുത്ത് കണ്ടെത്തേണ്ടത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുക, ഞാൻ പഠിച്ച് നല്ലൊരു നേഴ്സായ ശേഷം ശ്രീദേവി മാഡം ടീനിപ്കായിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും സഹായിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ടീനിപ്കായ് പ്രോജക്റ്റ് +2 വരെ മാത്രമേ കുട്ടികൾക്ക് സപ്പോർട്ട് നൽകുന്നുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് അത്രയേ ഉള്ള ഒരു സാമ്പത്തികമേ ഇപ്പോൾ ഉള്ളൂ. ആ ഒരു സാമ്പത്തികം തന്നെ അനിൽ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ അന്നമോൾക്കുള്ള ഈ ഒരു പഠനം, അതിന് കുറച്ചധികം പൈസ തന്നെ വേണ്ടി വരും. അതിനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മളിനി പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് അന്നമോൾക്ക് നൽകാൻ, അതായത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സപ്പോർട്ട് നൽകാനായി താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം.